ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മോരുകറിയാണ്. തേങ്ങ ഒന്നും ഇതിനരച്ച് ചേർത്തിട്ടില്ല. ഈസി ആയിട്ടും എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ മോരുകറി എല്ലാവരും ഒന്ന് കണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല കട്ടിയുള്ള മോരുകറി ഉണ്ടാക്കുന്നതിന് ഞാൻ 500 ml തൈര്, കട്ട തൈര് ഞാൻ ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവായും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കഷ്ണം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഉണക്കമുളക് ഞാൻ മുറിച്ചിടുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചുകൊണ്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ടൊമാറ്റോ ഒന്ന് വേകാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ടൊമാറ്റോ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് ടൊമാറ്റോ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയുള്ള മോരുകറി റെഡിയായിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് നാളെ വരുന്നത് വരെ ബൈ.